ഹൈബേർഡ്സ് ഫേണും കോബ്ര ഫേണൊക്കെ തളിച്ചു വളരാനായിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സ് നമുക്ക് നോക്കാം കേട്ടോ. ഫേൺസിന് എപ്പോഴും നല്ല വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള പോട്ടി മിക്സ് വേണം കേട്ടോ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒഴുകി പോകുന്ന രീതിയിലായി വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ഉണ്ടാവണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് മെയിനായിട്ട് കൊക്കോ ചിപ്പാണ് കേട്ടോ. നല്ലപോലെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ള കൊക്കോ ചിപ്പാണ്. കൊക്കോ ചിപ്പും കൊക്കോ പീറ്റൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ലപോലെ കഴുകി ഉണക്കി എടുക്കണം കേട്ടോ. വെയിലത്തിട്ട് നല്ലപോലെ ഉണക്കി എടുക്കണം. അപ്പോൾ ഒരു കപ്പ് കൊക്കോ ചിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു കപ്പ് കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ എടുക്കുന്ന കരിയാണ്. കരി ഒരു അരക്കപ്പോളം കരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലെക്ക എടുത്തിട്ടുണ്ട്. ലെക്ക ക്ലേ ബോൾ എന്ന് പറയും. അതില്ലെങ്കിൽ നിങ്ങൾ കരി കുറച്ച് എക്സ്ട്രാ എടുക്കുക. ഇതൊക്കെ നമ്മൾ ഈ ഡ്രെയിനേജ് ക്യാപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞത് ഇതെല്ലാം ആഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ പെർലൈറ്റ്, ഈ വെള്ള നിറത്തിലുള്ളത് പെർലൈറ്റാണ്. പെർലൈറ്റ് നമ്മളൊരു അരക്കപ്പോളം പെർലൈറ്റ് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് കരിയിലയാണ് കേട്ടോ. കരിയില ഞാനിവിടെ ഒരു കപ്പ് കരിയില ഞാൻ എടുക്കുന്നുണ്ട്. കരിയില വളരെ നല്ലതാണ് കേട്ടോ പ്ലാന്റ്സിന് പോട്ടി മിക്സിലെല്ലാം ആഡ് ചെയ്യുന്നത്. കാരണം അത് അവിടെ കരിയില പോട്ടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അതൊരു കമ്പോസ്റ്റ് ആവുകയും ചെയ്യും. അത് കാലക്രമേണ നല്ലൊരു വളമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഞാൻ ഇങ്ങനെയുള്ള ഫേൺസിനും മെയിനൊക്കെ എന്ന് വെച്ചാൽ കരിയില ഞാൻ ഒരുപാട് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കപ്പ് കരിയില എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു സ്പൂൺ NPK ആണ്. NPK എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഫംഗിസൈഡ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഇതൊക്കെയാണ് ഇതിന് ടോട്ടലായിട്ട് നമുക്ക് വേണ്ട സംഭവങ്ങൾ. ഇതെല്ലാം കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വേറെ പോട്ടി മിക്സ് സെയിം ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്ലാന്റിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ഇതൊരു വലിയ പോട്ടിലേക്കാണ് ഈ ഒരു ഫേൺ നമ്മൾ എടുത്ത് വെക്കുന്നത്. ഈ ഒരു പോട്ടിലേക്കാണ് നമ്മളപ്പോൾ ഈ ഫേണിനെ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ലെയർ കൊക്കോ ഫൈബറാണ്. കൊക്കോ നമ്മളുടെ ചകിരി ഞാരുണ്ടല്ലോ, അതാണ് ആഡ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒരു ഫിൽറ്റർ പോലെ അവിടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം പോട്ടി മിക്സ് വെള്ളം ഒഴിക്കുമ്പോൾ വാർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഞാനൊരു ലെയർ നമ്മളുടെ കരിയെല്ലാം നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോട്ടി മിക്സ് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പോട്ടി മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പോട്ടി മിക്സ് ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഹാഫോളം ഫില്ല് ചെയ്തതിന് ശേഷം ഫേണിനെ നമുക്ക് ഈ പോട്ടിലേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ സോയിൽലെസ് പോട്ടി മിക്സിൽ നിങ്ങൾ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാട്ടറിങ് കേട്ടോ. വാട്ടറിങ് നിങ്ങൾ മറ്റേ ഒരു സോയിൽ മീഡിയത്തിൽ വയ്ക്കുന്ന പോലെ റെഗുലറായിട്ടുള്ള വാട്ടറിങ് ഇതിനാവശ്യമില്ല. ഇതിന് വൺസ് ഇൻ എ വീക്കോ അങ്ങനെയൊക്കെ നിങ്ങൾ വാട്ടർ ചെയ്താൽ മതി. കൊക്കോപ്പീറ്റൊക്കെ നല്ലപോലെ വെള്ളം പിടിച്ച് നിർത്തും. അപ്പോൾ നിങ്ങൾ എപ്പോഴും വാട്ടർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ടോപ്പ് ഭാഗം ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അവിടെ ഡ്രൈ ആയെങ്കിൽ മാത്രം നിങ്ങൾ നനച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നനയ്ക്കണ്ട കേട്ടോ. നമ്മളൊരു ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ നിങ്ങൾ നനച്ചാൽ മതി. ഇപ്പോൾ പോട്ടി മിക്സ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് എടുത്തിട്ട് ഈ പോട്ടിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ നമുക്ക് റൂട്ട്സ് കണ്ടാൽ അറിയാൻ പറ്റും. ഈ സെയിം പോട്ടി മിക്സിൽ നമ്മൾ വെച്ചതാണ് കേട്ടോ ഈ പ്ലാന്റൊക്കെ. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും. നല്ല ക്ലീനായിട്ട് നല്ല എന്താ പറയുക നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല അലുവ പോലെ ഇരിക്കുന്നുണ്ട് റൂട്ട്. അപ്പോൾ അതാണ് ഇങ്ങനത്തെ പോട്ടി മിക്സിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ഈ ഒരു പോട്ടി മിക്സിൽ ഇരുന്നോളും. വാട്ടറിങ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് പ്ലാന്റിനെ പോട്ടിലേക്ക് മാറ്റാം. പിന്നെ സൈഡിലെല്ലാം നല്ലപോലെ പോട്ടി മിക്സ് ഇട്ട് ഉറപ്പിക്കാം കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കാരണവശാലും മഴയത്ത് വയ്ക്കാതിരിക്കുക കേട്ടോ. ഈ പോട്ടി മിക്സിൽ പോട്ട് ചെയ്ത പ്ലാന്റ്സ് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് റോട്ടൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതേപോലെ മാസത്തിലൊരിക്കൽ ഒരു ഫംഗിസൈഡ് ഏതെങ്കിലും സ്പ്രേ ചെയ്തും ഒഴിച്ചും കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഹാപ്പി ഗാർഡനിങ്.